നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ മോഷ്ടാവ് കുരുവി സജു അറസ്റ്റിൽ. കുറ്റിക്കോലിലെ കടയിൽ നിന്നും പട്ടാപ്പകൽ 45,000 രൂപ കവർന്ന പ്രതി നീലേശ്വരത്ത് നിന്നാണ് പിടിയിലായത്. കാസർഗോഡ് നഗരത്തിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. DYSP ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരന് ഗുരുതരം. ജില്ലാ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് വൈകുന്നു. തീരുമാനമായത് നീലേശ്വരം നഗരസഭയിൽ മാത്രം. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ 3 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ UDFന് ലഭിച്ചേക്കും. സഹായകമായത് ഏക BJP അംഗത്തിന്റെ പിന്തുണ. നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് ജനുവരി 7 മുതൽ 17 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ മോഷ്ടാവ് കുരുവി സജു അറസ്റ്റിൽ. കുറ്റിക്കോലിലെ കടയിൽ നിന്നും പട്ടാപ്പകൽ 45,000 രൂപ കവർന്ന പ്രതി നീലേശ്വരത്ത് വെച്ചാണ് പോലീസ് പിടിയിലായത്. കാസർഗോഡ് ജില്ലയിലടക്കം പ്രതിക്കെതിരെ സമാനമായ 20ഓളം കേസുകളുണ്ടെന്നാണ് സൂചന. കുറ്റിക്കോലിലെ കടയിൽ നിന്നും വ്യാപാരി പുറത്തുപോയ തക്കം നോക്കി പട്ടാപ്പകൽ 45,000 രൂപ കവർന്ന പ്രതി നീലേശ്വരം തൈക്കടപ്പുറത്ത് അറസ്റ്റിൽ. തൈക്കടപ്പുറത്ത് താമസിക്കുന്ന ഇരിട്ടി പെരിങ്കാരി സ്വദേശി സജു കുരുവി എന്ന സജു ആണ് അറസ്റ്റിലായത്. സ്റ്റേഷനറി കടയിലെ മേശ വലിപ്പിൽ നിന്നും പട്ടാപ്പകൽ 45,000 രൂപ കവർന്ന പ്രതിയുടെ CCTV ദൃശ്യം ലഭിച്ചതാണ് പോലീസിന് നിർണായകമായത്. ബേഡകം സ്റ്റേഷനിലെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ ബേഡകം SI സുമേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുറ്റിക്കോൾ ടൗണിലെ ബനിൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന പണച്ചിലങ്ങാൾ സ്റ്റോഴ്സ് എന്ന കടയിലായിരുന്നു കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കടയുടമ C കുഞ്ഞികൃഷ്ണൻ പുറത്തുപോയ സമയത്തായിരുന്നു കവർച്ച. എന്നാൽ പണം മോഷണം പോയ വിവരം കടയുടമ അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ പണം നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. CCTV നോക്കിയപ്പോൾ ദൃശ്യം ലഭിക്കുകയും ചെയ്തു. പൊയ്നാച്ചി വഴി കുറ്റിക്കോലിൽ ബസ്സിറങ്ങിയ പ്രതി അതിവിദഗ്ധമായി കവർച്ച നടത്തി സ്ഥലം വിടുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിലടക്കം പ്രതിക്കെതിരെ സമാനമായ 20ഓളം കേസുകൾ ഉണ്ടെന്നാണ് സൂചന. സബ് ഇൻസ്പെക്ടർ സുമേഷിന് പുറമെ ASI നാരായണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീഷ്, സുഭാഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോഡ് നഗരത്തിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് DYSP ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരന് ഗുരുതര പരിക്ക്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാരൻ മുളിയാർ ബാവിക്കരയിലെ ബാബുരാജിനാണ് പരിക്കേറ്റത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ പോലീസ് വകുപ്പ് ജീവനക്കാരന് ഗുരുതര പരിക്ക്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാരൻ മുളിയാർ ബാവിക്കരയിലെ ബാബുരാജിനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ബാബുരാജിനെ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാനഗറിലുള്ള ഓഫീസിലേക്ക് ഡ്യൂട്ടിക്കായി വരികയായിരുന്നു ബാബുരാജ്. ഇദ്ദേഹം ഓടിച്ചിരുന്ന സ്കൂട്ടർ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ സർക്കിളിന് സമീപത്തെത്തിയപ്പോൾ മംഗളൂരു ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. ലോറിയുടെ മുൻ ചക്രത്തിനിടയിൽ കുടുങ്ങിപ്പോയ ബാബുരാജിനെ ഓടിക്കൂടിയവർ പുറത്തെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉമേഷിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ബാബുരാജിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് കുട്ടികൾ മൊബൈൽ ഫോണുകൾക്കും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും അടിമകളായി മാറുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഈ അമിതമായ ഉപയോഗം ഇവരെ വിവിധ മാനസിക, സാമൂഹിക, അക്കാദമിക് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഇത് അവരുടെ ഭാവിയെ അപകടത്തിലാക്കുന്നു. ഡിജിറ്റൽ ആസക്തിയിൽ നിന്നും അതിൻ്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി കാസർഗോഡ് ജില്ലാ പോലീസ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിൻ്റെ പുതിയ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ കാസർഗോഡ് പോലീസ് സ്റ്റേഷന് സമീപമാണ് ആരംഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, അതുപോലെ കണ്ണൂർ, ഈ 6 സ്ഥലങ്ങളിലും 2023 ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ കേരള പോലീസ് സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റ് ഭാഗമായിട്ട്, സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ഭാഗമായിട്ട്
2023 തുടങ്ങിയത്. 2023 മുതൽ 1000-ഓളം കുട്ടികളെ സഹായിച്ച ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ. നിങ്ങൾ എല്ലാവർക്കും അറിയാം, മൊബൈൽ ആക്സസ്, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് മൊബൈൽ ആക്സസ് ഇല്ല. എൻ്റെ ആദ്യത്തെ മൊബൈൽ ഞാൻ പർച്ചേസ് ചെയ്ത് ഞാൻ കോളേജിലെത്തിയ ശേഷമാണ്. എനിക്ക് ഏകദേശം 17 വയസ്സ് 18 വയസ്സുള്ള സമയത്താണ് ആദ്യത്തെ മൊബൈൽ എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു മൊബൈൽ വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഉള്ള കാലഘട്ടം പറയുമ്പോൾ ഒരു 10-12 വയസ്സും വരുമ്പോൾ തന്നെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ മൊബൈൽ അഡിക്ഷൻ പറയുന്നത് ഗെയിമിംഗ് ആയിരിക്കാം, കമ്പൾസീവ് ബിഹേവിയർ. ഇപ്പോൾ പുതിയതായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ റീൽസ് പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് സ്ക്രോൾ ചെയ്യുക, സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഉപയോഗിക്കുക, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അമിതമായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ നേരിടാനാണ് ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി കേരള പോലീസ് തുടങ്ങിയത്. ഇതിൻ്റെ പ്രശ്നം പറയുന്നത് ഒരു കുട്ടി മൊബൈൽ അഡിക്റ്റ് ആയാലും എങ്ങനെയാണ് നോട്ട് ഓൺലി മെൻ്റൽ ഹെൽത്ത് ബാധിക്കുന്നത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്ത് ബാധിക്കുന്നത് ഒബ്വിയസ്ലി ആയിട്ട് കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് സഡനായിട്ട് മാർക്സ് ഡ്രോപ്പ് ആവുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് CM ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ IPS, ട്രെയിനി ASP ശിവം IPS, DCB DYSP ഉത്തം ദാസ്, കാസർഗോഡ് SI നളിനാക്ഷൻ N, KPOA ജില്ലാ സെക്രട്ടറി രവീന്ദ്ര P, KPA ജില്ലാ സെക്രട്ടറി പ്രകാശൻ, കാസർഗോഡ് വുമൺ സെൽ SI ശരണ്യ, ജനമൈത്രി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ SI രാജീവൻ KPV, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ SI തമ്പാൻ, SI ശശിധരൻ എന്നിവർ സംസാരിച്ചു. PK രാമകൃഷ്ണൻ സ്വാഗതവും ശ്രീഷ്മ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് വൈകുന്നു. തീരുമാനമായത് നീലേശ്വരം നഗരസഭയിൽ മാത്രം. കാസർഗോഡ് ജില്ലയിലെ 3 നഗരസഭകളിലെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ ആദ്യ ദിനം തീരുമാനമായത് നീലേശ്വരത്ത് മാത്രം. കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും തീരുമാനം വൈകുകയാണ്. നീലേശ്വരം നഗരസഭയിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് വരണാധികാരിയുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ആകെയുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ വികസനം, ക്ഷേമം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 6 അംഗങ്ങൾ വീതവും ആരോഗ്യം, മരാമത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5 അംഗങ്ങൾ വീതവുമാണുള്ളത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നഗരസഭ വൈസ് ചെയർപേഴ്സണാണ്. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പ് 8-ന് നടക്കുമെന്ന് വരണാധികാരി DL സുമ അറിയിച്ചു. നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ നഗരസഭാ സെക്രട്ടറി VV ആയുഷ് ജയരാജൻ, സൂപ്രണ്ട് സുധീർ തെക്കടവൻ, ക്ലീൻ സിറ്റി മാനേജർ AK പ്രകാശൻ, K മുഹമ്മദ് നവാസ്, KC ഹരികൃഷ്ണൻ, N സജിത്ത്, PV ലെന, T രാജേഷ് എന്നിവർ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുത്തു. നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റി യോഗത്തിൽ ധാരണയായി. ഇതനുസരിച്ച് CPM-ന് ധനകാര്യത്തിനു പുറമെ ആരോഗ്യം, പൊതുമരാമത്ത്, വികസനം, വിദ്യാഭ്യാസം സ്ഥിരം സമിതികൾ ലഭിക്കും. ഘടകകക്ഷികളായ INL, CPI എന്നിവയിലെ അംഗങ്ങൾക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി 2.5 വർഷം വീതം നൽകുവാനാണ് ധാരണ. വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ ധനകാര്യം, AV സുരേന്ദ്രൻ ആരോഗ്യം, E ചന്ദ്രമതി പൊതുമരാമത്ത്, EK ചന്ദ്രൻ വികസനം, K സതീശൻ വിദ്യാഭ്യാസം എന്നിവരായിരിക്കും സ്ഥിരം സമിതി അധ്യക്ഷന്മാരാകുന്ന CPM അംഗങ്ങൾ. ക്ഷേമകാര്യ സ്ഥിരം സമിതി ആദ്യ 2.5 വർഷം INL-ലെ ഷമീന മുഹമ്മദും പിന്നീടുള്ള 2.5 വർഷം CPI-ലെ PV സുനിതയും പങ്കിടും. കാഞ്ഞങ്ങാട് നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിൽ 4 LDF-നും 2 UDF-നും ലഭിച്ചേക്കും. ഇത് സംബന്ധിച്ച് ഇരു മുന്നണികളും ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട്. വികസനം, ക്ഷേമം എന്നിവ UDF-ന് നൽകും. ധനം, മരാമത്ത്, വിദ്യാഭ്യാസ, കലാകായികം, ആരോഗ്യം എന്നിവ LDF-ന് ലഭിക്കും. ആകെ 47 അംഗങ്ങളാണുള്ളത്. ഇതിൽ അധ്യക്ഷനൊഴിച്ചുള്ള 46 അംഗങ്ങളും ഏതെങ്കിലും സ്ഥിരം സമിതികളിൽ അംഗമാകും. വികസനം, ക്ഷേമം, ധനം, വിദ്യാഭ്യാസ, കലാകായിക സമിതികളിൽ 8 അംഗങ്ങളും ആരോഗ്യം, മരാമത്ത് സമിതികളിൽ 7 അംഗങ്ങളുമായിരിക്കും ഉണ്ടാകുക. UDF-ന് ലഭിക്കുന്ന 2 സ്ഥിരം സമിതികളിൽ ലീഗിനും കോൺഗ്രസിനും ഓരോ അധ്യക്ഷരെ കിട്ടും. LDF-ൽ അധ്യക്ഷരെ നിയമിക്കുന്നത് സംബന്ധിച്ച് ധാരണയായിട്ടില്ല. കാസർഗോഡ് നഗരസഭയിൽ സ്ഥിരം സമിതികളിൽ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി കോൺഗ്രസിനാണ്.
കാസർഗോഡ് നഗരസഭയിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ മുസ്ലിം ലീഗാണ് വഹിക്കുന്നത്. ഇതിനു പുറമെ ക്ഷേമം, പൊതുമരാമത്ത്, ആരോഗ്യം, വികസനകാര്യം എന്നിവയുടെ അധ്യക്ഷ പദവി കൂടി മുസ്ലിം ലീഗ് വഹിക്കും. സ്ഥിരം സമിതി അംഗങ്ങൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ്. ഹമീദ് ബദിര ക്ഷേമം, ജാഫർ കമാൽ പൊതുമരാമത്ത്, മെഹറുന്നിസ ആരോഗ്യം, സമീന മുജീബ് വികസനം എന്നിവരാണ് മുസ്ലിം ലീഗ് തീരുമാനപ്രകാരം അതത് സമിതികളിൽ അധ്യക്ഷ സ്ഥാനാർത്ഥികൾ. അധ്യക്ഷ പദവിയിലേക്ക് പിന്നീടായിരിക്കും തെരഞ്ഞെടുപ്പ്. പൊതുമരാമത്ത് കാര്യസമിതിയിൽ ആദ്യ 2 വർഷം ജാഫർ കമാൽ, അടുത്ത 3 വർഷം ഫിറോസ് അടുക്കത്തുബയൽ എന്ന നിലയിലാണ് ധാരണ. കഴിഞ്ഞ നഗരസഭയിൽ ഉപാധ്യക്ഷയായിരുന്ന ഷംസീദ ഫിറോസിന്റെ ഭർത്താവാണ് അടുക്കത്തുബയൽ അംഗമായ ഫിറോസ്. നെല്ലിക്കുന്ന് MLAയുടെ സഹോദരൻ ഹമീദിന്റെ ഭാര്യയും നെല്ലിക്കുന്ന് വാർഡ് അംഗവുമാണ് മെഹറുന്നിസ ഹമീദ്. നഷ്ടപ്പെട്ട ഫിഷ് മാർക്കറ്റ് വാർഡ് തിരിച്ചുപിടിച്ചു എന്ന പരിഗണനയിലാണ് ജാഫർ കമാൽ പൊതുമരാമത്ത് കാര്യ അധ്യക്ഷ പദവി ആദ്യ 2 വർഷം വഹിക്കുവാനുള്ള അനുമതി തേടിയത്. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തർക്കം മുസ്ലിം ലീഗ് അംഗങ്ങൾ പലരും പരിഭവം ഉള്ളിലൊതുക്കി അംഗീകരിച്ചു. എന്നാൽ നഗരസഭയിൽ 2 അംഗങ്ങളുള്ള കോൺഗ്രസിന് വിദ്യാഭ്യാസ കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അധ്യക്ഷ പദവി ആര് വഹിക്കുമെന്നത് സംബന്ധിച്ച് തർക്കം പരിഹരിക്കുവാനുള്ള നടപടികളിലാണ് പാർട്ടി നേതൃത്വം. കടപ്പുറം സൗത്ത് വാർഡ് അംഗം രഞ്ജീഷ, വിദ്യാനഗർ നോർത്ത് വാർഡ് അംഗം NR വിദ്യാശ്രീ എന്നിവർക്ക് വേണ്ടി ഇരുവിഭാഗവും ശക്തമായി രംഗത്തുണ്ട്. 2.5 വർഷം വീതം ഇരുവർക്കുമായി നൽകി പ്രശ്നപരിഹാരത്തിലേക്ക് നീണ്ടുവെങ്കിലും ആദ്യം ഈ പദവി ലഭിക്കണമെന്നതുൾപ്പെടെയുള്ള തർക്കം പരിഹരിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ 3 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ UDFന് ലഭിച്ചേക്കും. സഹായകമായത് ഏക BJP അംഗത്തിന്റെ പിന്തുണ. നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിച്ച പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ 4 സ്ഥിരം സമിതികളുടെ അധ്യക്ഷ സ്ഥാനം UDFന് ലഭിക്കും. ധനകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റായ UDFിലെ MK ബാബുരാജാണ്. കഴിഞ്ഞ ദിവസം നടന്ന ധനകാര്യം, വികസനം, ക്ഷേമം, ആരോഗ്യ, വിദ്യാഭ്യാസ സമിതികളിലെ വനിതാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ധനകാര്യ സമിതിയിലേക്ക് LDFും UDFും പ്രതിനിധികളെ നിർദ്ദേശിച്ചില്ല. മറ്റ് 3 സമിതികളിലേക്ക് നടന്ന മത്സരത്തിൽ UDFിലെ ഓരോ അംഗങ്ങൾ വീതം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. KP ദീപ വികസനം, AV മിനി ക്ഷേമം, M കാർത്തിയായനി ആരോഗ്യ വിദ്യാഭ്യാസം എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട UDF അംഗങ്ങൾ. BJPയിലെ ഏക അംഗം സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങളെ പിന്തുണച്ചതാണ് നറുക്കെടുപ്പിലേക്ക് പോകാതെ UDF അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുവാൻ കാരണം. ധനകാര്യ സമിതിയിലെ വനിതാ സംവരണ അംഗത്തിൻ്റെയും മറ്റ് സമിതികളിലെ പൊതുവിഭാഗത്തിലെ അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 19 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ LDF 9, UDF 9, NDA 1 എന്നിങ്ങനെയാണ് കക്ഷിനില. NDA അംഗം വിട്ടുനിന്നതിനാൽ തുല്യ നിലയിലായതോടെ നറുക്കെടുപ്പിലൂടെയാണ് LDFിലെ CK സബിത പ്രസിഡന്റായത്. LDFിലെ ഒരംഗത്തിൻ്റെ വോട്ട് അസാധുവായതോടെ UDFിലെ MK ബാബുരാജ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ധനകാര്യ വികസന സമിതികളിൽ 5 വീതം അംഗങ്ങളെയും മറ്റ് സമിതികളിൽ 4 വീതം അംഗങ്ങളെയുമാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഇതിനിടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യത്തിൻ്റെയും താമര കൈമാറ്റത്തിൻ്റെയും കാസർഗോഡ് മോഡലാണ് ദൃശ്യമായതെന്ന് CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA കുറ്റപ്പെടുത്തി. BJPയുടെ ഏക അംഗത്തിൻ്റെ വോട്ട് വാങ്ങിയാണ് UDF അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. പഞ്ചായത്തിലെ കക്ഷിനില അനുസരിച്ച് LDFനും UDFനും 9 വീതം വോട്ടാണ് ലഭിക്കേണ്ടത്. വോട്ടെടുപ്പ് നടന്നപ്പോൾ ഏക BJP അംഗത്തിൻ്റെ വോട്ട് കൂടി വാങ്ങി 10 വോട്ടുകൾ വീതമാണ് UDF അംഗങ്ങൾക്ക് ലഭിച്ചത്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്ന താമര കൈമാറ്റം തന്നെയാണ് പുല്ലൂർ പെരിയയിലും ആവർത്തിച്ചതെന്നും ജനവിധിയെ അട്ടിമറിക്കുന്നതിന് അവിശുദ്ധ ബന്ധത്തിലൂടെ UDF ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്നും M രാജഗോപാലൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് ജനുവരി 7 മുതൽ 17 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 7 മുതൽ 17 വരെ നടക്കുന്ന ഉറൂസിന് സംബന്ധിക്കുവാൻ വിദേശത്ത് കഴിയുന്ന നെല്ലിക്കുന്ന് നിവാസികൾ നാട്ടിലെത്തി തുടങ്ങി. ഉറൂസിന്റെ വിജയത്തിനായി ഗൾഫിലും നാട്ടിലും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും പ്രചരണ വിഭാഗം വിപുലമായ പ്രവർത്തനം നടത്തിവരുന്നു. കേരളത്തിലെയും കർണാടകയിലെയും പ്രഗത്ഭ പ്രാസംഗികർ 11 ദിവസം നടക്കുന്ന മതപ്രഭാഷണങ്ങളിൽ സംബന്ധിക്കും. പിന്നെ കർണാടകയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ അതിഥികളായി എത്തും. കർണാടകയിലെ 2-3 മന്ത്രിമാർ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ വഖഫ് മന്ത്രിയും അതുപോലെ തന്നെ ഹജ്ജ് മന്ത്രിയും സ്പീക്കറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെല്ലിക്കുന്ന് ഉറൂസിൻ്റെ പ്രത്യേകത നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
നമ്മുടെ നാട്ടിലെ മറ്റ് ഉറൂസുകളെ അപേക്ഷിച്ച് ഇപ്പോൾ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഒരു ഉറൂസാണ് നെല്ലിക്കുന്ന് ഉറൂസ്. അപ്പോൾ ഉറൂസിൻ്റെ ഈ 11 ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച, അപ്പോൾ നെല്ലിക്കുന്ന് പള്ളി അങ്കണ വിവിധ വിശ്വാസികളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് കവിയുന്ന അനുഭവങ്ങളാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്രാവശ്യം ഉണ്ടാവും. നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകയുടെയും പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം മതസ്ഥരായ വിവിധ മതവിശ്വാസികൾ ഈ ഉറൂസിന് എത്തും. അതാണ് നെല്ലിക്കുന്ന് ഉറൂസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനൊക്കെ പ്രത്യേക സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഉറൂസിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മധുരപാനീയം, തബറൂക്ക്, പിന്നെ എല്ലാ ദിവസവും ഉച്ചക്കഞ്ഞിയും ഉണ്ടാവും. മെഡിക്കൽ ക്യാമ്പ്, പ്രവാസി സംഗമം എന്നിവയാണ് ഇപ്രാവശ്യത്തെ ഉറൂസിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നാളെ രാവിലെ പതാക ഉയർത്തുന്നത് മുതൽ ഈ ഉറൂസ് അവസാനിക്കുന്നത് വരെ, ഉറൂസ് അവസാനിക്കുന്നത് ഈ 18-ാം തീയതി രാവിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നെയ്ച്ചോർ പൊതി വിതരണം ചെയ്യുന്നതോടെയാണ് ഉറൂസ് സമാപിക്കുന്നത്. ഉറൂസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി NA നെല്ലിക്കുന്ന് MLA, ഭാരവാഹികളായ TA മെഹ്മൂദ് കൽക്കണ്ടി, NA ഹമീദ് നെല്ലിക്കുന്ന്, NM സുബൈർ, അഷ്റഫ്, ഇക്ബാൽ, ഹനീഫ് നെല്ലിക്കുന്ന് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംഗമം നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ നടത്തുന്ന പദ്ധതികൾക്ക് സംസ്ഥാന മിഷൻ നൽകുന്ന സാമ്പത്തിക സഹായത്തിന് പുറമെ വലിയ പ്രോത്സാഹനം നടത്തുന്ന കലവറയാണ് ബാങ്കുകളെന്ന് MLA പറഞ്ഞു. ജില്ലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീയുടെ സേവനം എത്രയോ വലുതാണെന്നും 1998 കുടുംബശ്രീ രൂപീകൃതമായത് മുതൽ കാസർഗോഡ് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും കുടുംബശ്രീ അംഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരിൽ നിർണായക സ്ഥാനമാണ് ജില്ലയിലെ ബാങ്കുകൾക്കുള്ളതെന്നും NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അധ്യക്ഷത വഹിച്ചു. നമ്മുടെ രാജ്യത്തെ തന്നെ അഭിമാനകരമായ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. അത് കേരളത്തിന്, ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അത് ലോകത്ത് ഇതിന് സമാനമായ മറ്റൊരു പ്രദേശം, ഇത്രമാത്രം ജനകീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു മേഖല നമുക്ക് കണ്ടെത്താൻ പ്രയാസമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചരിത്രം. ആ ചരിത്രത്തെ വീണ്ടും പുതിയ പുതിയ മേഖലകളിലേക്ക്, തലങ്ങളിലേക്ക് ഉയർത്തുക എന്ന ഏറ്റവും വലിയ ദൗത്യമാണ് കുടുംബശ്രീ എന്ന നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ ബാങ്കിങ് മേഖലയുമായി വലിയ നിലയിലേക്കുള്ള ബന്ധം കുടുംബശ്രീ പ്രസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ഒരു ചെറിയ ബാങ്കുകളായി കുടുംബശ്രീ മാറിയിട്ടുണ്ട്. ചെറിയ ബാങ്ക് എന്ന് പറഞ്ഞുകൂടാ, ചില സ്ഥലത്ത് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയാണ് വലിയ ബാങ്കുകളായി മാറുന്നത്. അപ്പോൾ ആ നിലയിൽ ബാങ്കിങ് രംഗത്തെ ബിസിനസ് കൃത്യമായി കുടുംബശ്രീ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അംഗങ്ങളിലൂടെ നിർവഹിക്കപ്പെട്ടു പോകുന്നു. അതിൽ നമ്മുടെ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് ഏത് നിലയിലാണ് അതിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ളത്. ഇന്ന് വലിയ ചുമതലകൾ നമ്മുടെ ബാങ്കിങ് സെക്ടർ, സഹകരണ മേഖലയായാലും അതുപോലെ സഹകരണേതര ബാങ്കിങ് മേഖലയായാലും കുടുംബശ്രീയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് ശരിയായ ദിശ പകരുകയും ശരിയായ നിലയിലേക്ക് നമുക്ക് അത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ഉദ്ദേശം ഇത്തരം പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സാധാരണ മറ്റ് മേഖലകളിൽ വ്യത്യസ്തമായിക്കൊണ്ട് പഴയ കാലത്തൊക്കെ എന്താ വെച്ചാൽ ഈ വട്ടിപ്പലിശക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതൊരു അവരുടെ വരുമാന മാർഗമായി. ആ വരുമാനം ഇന്നൊക്കെ ഇന്ത്യയിലെ മറ്റു ചില പ്രദേശങ്ങൾ, സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ചെറിയ നിലയിലേക്ക് ഉപജീവന മാർഗത്തിന് ആവശ്യമായിട്ടുള്ളൊരു തൊഴിൽ ചെയ്യാൻ അതാത് ദിവസം ചില ആളുകളിൽ നിന്നും ഉയർന്ന പലിശയ്ക്ക് വായ്പ വാങ്ങി അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുകയും അന്ന് വൈകുന്നേരം വായ്പ തിരിച്ചടയ്ക്കുകയും അല്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കുകയും പണവും അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത പലിശയും തിരിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുന്ന ആ നിലയിൽ ജീവിക്കുന്ന വലിയ മനുഷ്യർ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം.
അവിടെയാണ് വ്യത്യസ്തമായ നിലയിലേക്ക് കുടുംബശ്രീ അതിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പദ്ധതികൾ എന്ന വിഷയത്തിൽ ഷിബിയും സാമ്പത്തിക സാക്ഷരത എന്ന വിഷയത്തിൽ റെജി തോമസും ക്ലാസ് എടുത്തു. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ജിതിൻ KT, ആതിര, സഫ മുർഷിദ, ഷീബ എന്നിവർ അവതരണം നടത്തി. ലീഡ് ബാങ്ക് പ്രതിനിധി ഹരീഷ്, സൗദ CA, ഇക്ബാൽ CH, KM കിഷോർ കുമാർ, റെജി തോമസ്, മനു S, ആതിര KP, ദിവ്യ A, രമ്യമോൾ എന്നിവർ സംസാരിച്ചു. രേഷ്മ സ്വാഗതവും അനുശ്രീ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പതിറ്റാണ്ടുകളായി കേരളത്തിലുൾപ്പെടെ ജനങ്ങളിൽ ആഴ്ന്നിറങ്ങിയ സഹകരണ പ്രസ്ഥാനം പഴയതുപോലെ വിശ്വാസമാർജിക്കുന്നതിന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംസ്ഥാന സംരക്ഷണ യാത്രയായ ദൗത്യം 2026 കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. തൃക്കരിപ്പൂരിൽ നടന്ന ജില്ലാതല സമാപന സമ്മേളനം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന ഇടത് സർക്കാർ നയങ്ങൾക്കെതിരെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കാൽ നയിക്കുന്ന സംസ്ഥാന സഹകരണ സംരക്ഷണ യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തീകരിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജില്ലാതല സമാപനം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ സഹകരണ രംഗത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരിന്റെ ധനാഗമന മാർഗമായി ഇതിനെ മാറ്റുകയായിരുന്നു. ഏത് വേണമെങ്കിലും സഹകരണ രംഗത്തെ അതിന്റെ പണം ഊറ്റിയെടുക്കുക, ഏത് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിലും സഹകരണ രംഗത്തെ സഹകാരികൾ അതല്ലെങ്കിൽ അവിടുത്തെ ആ വിശ്വസിച്ച ജനങ്ങൾ നിക്ഷേപിച്ച തുക കണ്ടുകൊണ്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് കണ്ട് അത് ഊറ്റിയെടുക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് വരുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന ഈ ഇത്തൽ കണ്ണികളെ ഒറ്റപ്പെടുത്തണമെന്നാണ് ഈ ജാഥയിലൂടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, ഒരു സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സഹകരണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ആ സഹകാരികളും അതുമായി ബന്ധപ്പെട്ട ആളുകളും ആ സഹകരണ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നത്. ഈ കേരളത്തിൽ തന്നെ ടു ടയർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഈ സഹകരണ രംഗത്തെ കൊള്ളയടിക്കാനാണ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹകാരികളും അടക്കമുള്ള അത് രാഷ്ട്രീയ ഭേദമനെ വ്യക്തമായി പറഞ്ഞു തന്നെയാണ്. സഹകരണ രംഗത്തെ ജീവനക്കാരുടെ DA വർദ്ധിപ്പിക്കുക, ശമ്പളം വർദ്ധിപ്പിക്കുക, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം അത്രയും പ്രസക്തമായ മുദ്രാവാക്യമാണ്. സഹകരണ രംഗം പരിപൂർണമായി താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, 100 വർഷത്തിലധികം പഴക്കമുള്ള പാരമ്പര്യമുള്ള ശക്തമായ ജനങ്ങളുടെ പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത കൊണ്ട് തന്നെയാണ് വളർന്ന് പന്തലിച്ച് ഇന്ന് സർവ്വ മേഖലയിലും ഈ സഹകരണ രംഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹൊസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംരക്ഷണ യാത്രാ നായകനായ KCEF സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കാൽ, സംസ്ഥാന സെക്രട്ടറിയും യാത്രാ മാനേജറുമായ CV അജയൻ, സംസ്ഥാന ട്രഷറർ TC ലൂക്കോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, KCEF ജില്ലാ പ്രസിഡന്റ് CE ജയൻ, യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത്, C രവി, PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, K ശശി, KV മുകുന്ദൻ, KP ദിനേശൻ, സുനിത രവീന്ദ്രൻ, പ്രസാദ് വളവറ, PP രാമദാസ്, T സുരേശൻ, അജിത്ത് തൈക്കീൽ, P സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പയ്യന്നൂരിലും കണ്ണൂർ ടൗണിലും പര്യടനം നടത്തി. സഹകരണ സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ പര്യടനം നടത്തും. ജനുവരി 13 വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ 5 ദിവസങ്ങളിലായി നടന്നുവന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷം സമാപിച്ചു. ആദ്യ കുർബാന സ്ഥൈര്യലേപന കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന ആദ്യ കുർബാന സ്ഥൈര്യ ലേപന കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ, ഫാദർ ഗോഡ്വിൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് തൃക്കരിപ്പൂർ ടൗണിലേക്ക് വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ സ്വരൂപം വഹിച്ച് അനുഗ്രഹയാത്ര നടന്നു. വാദ്യമേളങ്ങളും വർണ്ണവിളക്കുകളും അകമ്പടിയായി. നൂറുകണക്കിന് വിശ്വാസികളും സന്യസ്തരും യാത്രയിൽ പ്രാർത്ഥനാപൂർവം പങ്കാളികളായി. രാത്രി നിസരി ക്രിയേഷൻസിന്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി. തിരുനാൾ സാഘോഷമായ ദിവ്യബലിക്ക് പരിയാരം സെന്റ് ജോൺ പോൾ സെമിനാരി റെക്ടർ ഫാദർ ഷോബി ജോർജ് മുഖ്യ കാർമ്മികനായിരുന്നു. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണം നടന്നു. തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെയാണ് 5 നാൾ നീണ്ട തിരുനാൾ ആഘോഷത്തിന് സമാപനമായത്. തുടർന്ന് ഇടവക വികാരി കൊടിയിറക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. KNM മദ്രസ സർഗമേള ചെർക്കളയിൽ സംഘടിപ്പിച്ചു. KNM ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിയെ മരവിപ്പിക്കുന്ന, ജീവിതം തകർക്കുന്ന ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം. ലഹരിമുക്ത ക്യാമ്പസിനായി, ലഹരിമുക്ത സമൂഹത്തിനായി ഞങ്ങൾ കൈകോർക്കുന്നു. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ ജില്ലാ മദ്രസ സർഗമേള ചെർക്കള സിറ്റിസൺ നഗർ സലഫി കോമ്പൗണ്ടിൽ നടന്നു. KNM ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പറ്റി എന്തറിയുന്നു? അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ടോ? അവരത് പഠിക്കുന്നത് ഒരു എക്സാമൻ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണോ, അല്ല അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാറുണ്ടോ എന്നൊക്കെ രക്ഷിതാക്കൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇരിക്കുക. ഇതിന്റെ സംഘാടകർ പരമാവധി അൽഹംദുലില്ലാ അവർ കഴിയുന്നതിന് പരമാവധി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് അതേ സമയത്ത് നിങ്ങളെ എല്ലാ പരിപാടികളും വളരെ ന്യായമായി നിങ്ങൾക്ക് വിലയിരുത്താം. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുമായി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ ഈ സർഗമേള, ജില്ലാ സർഗമേള, അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി അള്ളാഹുവിന്റെ നാമത്തിൽ അതിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സെക്രട്ടറി സൈനുദ്ദീൻ AP അധ്യക്ഷത വഹിച്ചു. NA നെല്ലിക്കുന്നി MLA, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അബ്ദുൽ ജലീൽ AK, ഹാഷിം കൊല്ലമ്പാടി, അലി സലഫി, മുഹമ്മദ് അലി റെഡ്വുഡ്, നബീൽ സ്വലാഹി, ഇബ്രാഹിം KP എന്നിവർ സംസാരിച്ചു. സർഗമേളയിൽ കാസർഗോഡ് മണ്ഡലം ഓവറോൾ ചാമ്പ്യന്മാരായി. തൃക്കരിപ്പൂർ മണ്ഡലം റണ്ണേഴ്സ് അപ്പായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. IMA കാസർഗോഡ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഉളിയത്തടുക്ക ഗ്രീൻഫീൽഡ് ടർഫിൽ പ്രീമിയർ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. IMA കാസർഗോഡ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഉളിയത്തടുക്ക ഗ്രീൻഫീൽഡ് ടർഫിൽ പ്രീമിയർ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. പോലെ ആരോഗ്യ മേഖല ഇത് നമുക്കറിയാം, ഓരോ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ഓരോ രോഗത്തേക്കും നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് ഏതൊക്കെ വിധത്തിലുള്ള അവയർനെസ് നമുക്ക് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും, അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എനിവേ, എല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വെരി ഹാപ്പി ടു ഇനാഗുറേറ്റ് ദിസ് ഫംഗ്ഷൻ. IMA പ്രസിഡന്റ് ഡോക്ടർ രേഖ റായ് കാസർഗോഡ് അധ്യക്ഷത വഹിച്ചു. IMA ജില്ലാ ചെയർമാൻ ഡോക്ടർ ജനാർദ്ദന നായിക്, സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജിതേന്ദ്ര റായ്, വിമൻ സെക്രട്ടറി ഡോക്ടർ ശ്രീകരി, IMA കാസർഗോഡ് സെക്രട്ടറി ഡോക്ടർ അണ്ണപ്പ കാമത്ത്, IMA ജില്ലാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ കാസിം ടി, നോർത്ത് സോൺ ELS കോർഡിനേറ്റർ ഡോക്ടർ B നാരായണ നായിക്, ഡോക്ടർ അബ്ദുൽ മൻസൂർ, ഡോക്ടർ ജസീർ അലി, ഡോക്ടർ പ്രസാദ് മേനോൻ, ഡോക്ടർ ഡാനിഷ്, ഡോക്ടർ ഹരികിരൺ ബംഗേര, ഡോക്ടർ സുരേഷ് മല്യ, ഡോക്ടർ ഗണേഷ് മയ്യ തുടങ്ങിയവർ സംസാരിച്ചു.
വിമൺ ചെയർപേഴ്സൺ ഡോക്ടർ സുധാ ഭട്ട് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ കൃഷ്ണ വിവേക് നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുത്ത IMA അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും 4 ടീമുകളായി വിഭജിച്ചായിരുന്നു മത്സരം നടത്തിയത്. IMA കുടുംബത്തിലെ കുട്ടികളുടെ വിനോദ പരിപാടികൾ നടന്നു. രുചികരമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു. 100-ലധികം കുടുംബാംഗങ്ങളും IMA അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. COA 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ജനുവരി 26-ന് മാവുങ്കാൽ പവനിക കോംപ്ലക്സിൽ വെച്ച് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. COA കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം മാവുങ്കാൽ പവനിക കോംപ്ലക്സിൽ ജനുവരി 26-ന് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. COA സംസ്ഥാന കമ്മിറ്റി അംഗവും KVBL ഡയറക്ടറുമായ ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെക്കാളും വ്യത്യസ്തമായി കേരളത്തിൽ ഡിജിറ്റൽ കേബിൾ TV രംഗത്തായാലും ഇന്റർനെറ്റ് കേബിൾ TV രംഗത്തായാലും വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് സേവനം നൽകാൻ കഴിയുന്നു. ഇന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിൽ വൈവിധ്യമാർന്നിട്ടുള്ള വിവിധ പദ്ധതികൾ നൽകുന്നതിന്റെ ഭാഗമായി ഒട്ടനവധി കമ്പനികൾ പ്രവർത്തിക്കുന്നു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രൻ A അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി പ്രകാശ് സ്വാഗതവും മേഖലാ ട്രഷറർ മനോജ് PK നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാനായി സതീഷ് K പാക്കത്തെയും വൈസ് ചെയർമാനായി വിനോദ് PAയും കൺവീനറായി പ്രകാശിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. AP അബ്ദുള്ള സാഹിബിന്റെ ത്യാഗപൂർണമായ ജീവിതം ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കരുത്തേകിയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. തെക്കേപ്പുറം ശിഹാബ് തങ്ങൾ ചാരിറ്റി സെന്റർ സംഘടിപ്പിച്ച AP അബ്ദുള്ള സാഹിബ് അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രഥമ പ്രസിഡന്റും മതസമുദായിക രാഷ്ട്രീയ തൊഴിലാളി മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന AP അബ്ദുള്ള സാഹിബിന്റെ ത്യാഗപൂർണമായ ജീവിതം ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കരുത്തേകിയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തെക്കേപ്പുറം ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്റർ സംഘടിപ്പിച്ച AP അബ്ദുള്ള സാഹിബ് അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ AP അബ്ദുള്ള സാഹിബ് കാണിച്ച വഴിയിലൂടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും തൊഴിൽ സേവന മേഖലയിലും ത്യാഗപൂർവമായ ജീവിതം കൊണ്ട് സജീവമായി ഇടപെടുന്ന അബൂബക്കർ കുറ്റിക്കോലിന് AP അബ്ദുള്ള സാഹിബ് അവാർഡ് നൽകുന്നതിനുള്ള നീതിയെന്ന് തങ്ങൾ പറഞ്ഞു. ഇന്ന് നൽകപ്പെടുന്ന ഈ അവാർഡ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമയ രംഗത്ത് പ്രതിബദ്ധതയുള്ള ഒരു വ്യവസായിക്കാണ് കൊടുക്കുന്നത് എന്നുള്ള പ്രത്യേകതയാണ്. ഒരുപാട് വ്യവസായികളും കച്ചവടക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവര് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി നമുക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ബിസിനസ് ലീഡേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവർക്ക് വലിയ സാമൂഹിക പ്രവർത്തനം നടത്താൻ അവർക്ക് സാധിക്കും. അവർ മുന്നിൽ നിന്നാൽ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടാവുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഞാൻ കഴിഞ്ഞ തവണ ദുബായിൽ പോയപ്പോൾ ഒരുപാട് MP ശംസുദ്ദീൻ സാഹിബിന് അതുപോലെ അഷ്ടപ്പെടുന്നതിനടക്കം ഞങ്ങൾ അവിടെ ഗോത്രങ്ങളുടെ ഓഫീസിൽ പോയി. നേരത്തെ ബഷീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ രാജകീയമായ ഒരു സ്വീകരണമായിരുന്നു. അവിടെ ഞാൻ അഭിനയിച്ചിട്ടില്ല, അതിനെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റാഫുകളെയും പരിചയപ്പെട്ടു. അവരൊക്കെ വളരെ സന്തോഷമുള്ള, അവർക്ക് ഹാപ്പിയാണ്. കാരണം ഒരു തൊഴിൽ കൊടുക്കുമ്പോൾ അവിടെ അവര് സന്തോഷമായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കാണുന്ന എല്ലാവരും ഹാപ്പിയാണ്. അതൊരു തൊഴിൽ മേഖലയുടെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളത് അതിന്റെ ലീഡറുടെ, അതിന്റെ ബോസിന്റെ ഒരു വലിയ വിശാലമായ മനസ്സുകൂടിയാണ്. ശിഹാബ് തങ്ങൾ ചാരിറ്റി സെന്റർ രക്ഷാധികാരി C കുഞ്ഞാമത് ഹാജി പാലക്കി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചെയർമാൻ AP ഉമർ സ്വാഗതം പറഞ്ഞു. അവാർഡ് ജേതാവ് അബൂബക്കർ കുറ്റിക്കോലിന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവാർഡ് സമ്മാനിച്ചു.
മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത് അവാർഡ് ജേതാവിനായി സദസ്സിനെ പരിചയപ്പെടുത്തി. മുനവറലി ശിഹാബ് തങ്ങൾക്കുള്ള സംഘാടകരുടെ സ്നേഹോപഹാരം CH സെന്റർ UAE ചാപ്റ്റർ ട്രഷറർ KH ഷംസുദ്ദീൻ കല്ലൂരാവി കൈമാറി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് NA ഖാലിദ്, KA ബക്കർ, ജൂറി അംഗം ജലീൽ രാമന്തളി, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി KK ബദ്രുദ്ദീൻ, ട്രഷറർ CK റഹ്മത്തുള്ള, സഹഭാരവാഹികളായ PM ഫാറൂഖ് ഹാജി, ഹമീദ് ചേരക്കാടത്ത്, T അന്തുമാൻ, MS ഹമീദ് ഹാജി, താജുദ്ദീൻ കമ്മാടം, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, C മുഹമ്മദ് കുഞ്ഞി, A ഹമീദ് ഹാജി, മുബാറക് ഹസൈനാർ ഹാജി, T അബൂബക്കർ ഹാജി, MK അബൂബക്കർ ഹാജി, അഡ്വക്കേറ്റ് TK സുധാകരൻ, ACA ലത്തീഫ്, കരപ്പാത്ത് ഉസ്മാൻ, മുഹമ്മദ് സുലൈമാൻ രാമന്തളി, ഷംസുദ്ദീൻ ആവിയിൽ, ബഷീർ ജിദ്ദ, KM മുഹമ്മദ് കുഞ്ഞി, MK റഷീദ് ഹാജി, CH അഹമ്മദ് കുഞ്ഞി ഹാജി ലുലു, NA ഉമ്മർ, CH മുഹമ്മദ് കുഞ്ഞി കൊത്തിക്കാൽ, സുറൂർ മൊയ്തു ഹാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജനറൽ കൺവീനർ ഇക്ബാൽ വെള്ളിക്കോത്ത് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ ധനുമാസ തിരുവാതിരയോടനുബന്ധിച്ച് സപ്തശക്തി സംഗമം സംഘടിപ്പിച്ചു. അനന്താശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു. നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരിൽ ധനുമാസ തിരുവാതിരയോടനുബന്ധിച്ച് സപ്തശക്തി സംഗമം സംഘടിപ്പിച്ചു. ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള കുഞ്ഞുമക്കളല്ലേ, നമ്മളെ എംപവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ജനിച്ചു, കുഞ്ഞായി, യുവതിയായി, കല്യാണം കഴിച്ചു, കുട്ടിയായി, 10 മാസം ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പ്രസവ വേദന നൊന്ത് പ്രസവിക്കുന്ന സ്ത്രീയാണ്. നമ്മുടെ കുഞ്ഞിനെ ഒരാൾ തൊട്ടാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ വിഗർ പുറത്തേക്ക് വരില്ലേ? വരും. ഏതൊരു അമ്മയായാലും ഏതൊരു സ്ത്രീ ആയാലും നമ്മുടെ കുഞ്ഞിനെ ഒരു മോശമായ രീതിയിൽ നോക്കിയോ അവരെ ഒന്ന് തൊട്ടാലോ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ സ്ത്രീത്വം അല്ലെങ്കിൽ ആ ദൈവികത, നമ്മളിൽ നിന്നുള്ള പവർ, ആ വിഗർ പുറത്തേക്ക് വരും. സ്ത്രീകൾ ഓൾറെഡി എംപവേർഡ് ആണ്, സ്ത്രീകൾ ഓൾറെഡി ശക്തിയുള്ളവരാണ്. പക്ഷേ ഇന്ന് സമൂഹം സ്ത്രീകളെ കാണുന്ന രീതിയിലാണ്, സമൂഹം സ്ത്രീകളോടുള്ള വീക്ഷണത്തിലാണ് ഉള്ള പ്രശ്നം. സ്ത്രീ ശാക്തീകരണത്തിലൂടെ സമൂഹ ശാക്തീകരണവും കൂടെ നടക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മളൊന്ന് ഉദ്ദേശിക്കുന്ന സ്ത്രീ ശാക്തീകരണം ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക്, ഒരു ദീപ്തമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഝാൻസി റാണിയും റാണി ലക്ഷ്മിബായും ഉണ്ണി ആർച്ചിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഉണ്ടായ നാടാണ് നമ്മുടേത് അല്ലേ? എന്തോ കാരണങ്ങളാൽ, പല കാരണങ്ങളാൽ സ്ത്രീകൾ 4 ചുമരുകളുടെ അകത്തുപെട്ടിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. പുരുഷന്റെ സഹായമില്ലാതെ, പുരുഷന്റെ തുണയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ സ്ത്രീ മാറി വരികയാണ്. സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ലോകത്തിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ കുടുംബം എന്ന സങ്കല്പത്തിന് സവിശേഷ പ്രാധാന്യമുണ്ടെന്നും കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനാണ് ഓരോ ആഘോഷങ്ങളും സംഘടിപ്പിക്കേണ്ടതെന്നും അവർ പറഞ്ഞു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അംബിക അരവിന്ദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഭവ്യ അതിഥികളെ പരിചയപ്പെടുത്തി. വിവിധ സെഷനുകളിലായി കുടുംബ പ്രബോധൻ, പരിസ്ഥിതി, ഭഗവത്ഗീതയും സപ്തശക്തിയും എന്നീ വിഷയങ്ങളിൽ അംബിക അരവിന്ദ്, ലക്ഷ്മി മൂലക്കണ്ടം, രുക്മിണി ടീച്ചർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കുട്ടികളുടെയും അമ്മമാരുടെയും തിരുവാതിര, മാതൃപൂജ എന്നിവയും അരങ്ങേറി. നമ്മുടെ അമ്മയോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും കാഞ്ഞങ്ങാട്.
നന്മമരം കാഞ്ഞങ്ങാട് കുട്ടികൾക്കായി പക്ഷി നിരീക്ഷണ ക്യാമ്പ് നടത്തി. ക്ലാസും സംഘടിപ്പിച്ചു. നന്മമരം കാഞ്ഞങ്ങാട് സ്കൂൾ കുട്ടികൾക്കായി പക്ഷി നിരീക്ഷണ ക്യാമ്പ്, ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. ചെമ്മട്ടംവയൽ കേന്ദ്രീകരിച്ച് നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നിന്ന് തുടങ്ങി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല വടക്കേ മലബാറിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ഇതിനകം ജനകീയമായി തീർന്ന കൂട്ടായ്മയാണ് നന്മമരം. നന്മമരത്തിൻ്റെ ഇന്നത്തെ പരിപാടി പുതിയ തലമുറയെ, നമ്മുടെ കുട്ടികളെ പ്രകൃതിയുമായി ഇണക്കുക, പ്രകൃതിയിലെ ജീവജാലങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മളറിയാതെ നമ്മുടെ പ്രദേശത്ത് നൂറുകണക്കിന് പക്ഷികളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പക്ഷികളെക്കുറിച്ച് പഠിക്കാനും ആ പഠനത്തിൽ അവർക്ക് താല്പര്യമുണ്ടാകാനും ഒക്കെ കഴിയത്തക്ക നിലയിൽ ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ ശ്രീലാൽ ഇന്ന് കുട്ടികളോട് കൂടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് കുട്ടികൾക്കും പക്ഷികളെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ അതിൽ ഈ കാര്യങ്ങളിൽ, ഈ പഠനങ്ങളിലൊക്കെ ഭാവിയിൽ നല്ല ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ ആയി മാറാൻ കഴിയത്തക്ക നിലയിലേക്ക് നമ്മുടെ നാടിൻ്റെ സമ്പത്തായി നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ ഉള്ള ഒരു തുടക്കമാണ് നന്മമരം ഇത്തരം പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയെ അറിഞ്ഞു പഠിച്ചു മുന്നേറുന്ന തലമുറയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഇ ബുക്ക് ഡാറ്റ പ്രകാരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പക്ഷികളെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചെമ്മട്ടംവയൽ, തോയമ്മൽ, അരയി, കാരാട്ടുവയൽ പ്രദേശങ്ങളിലെ തണ്ണീർത്തടങ്ങളിലാണ്. വ്യത്യസ്ത സ്പീഷീസുകളിലായി 239 പക്ഷികളെ ഈ പ്രദേശങ്ങളിൽ നിന്നും കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിൽ നിന്നും വരുന്ന ദേശാടനക്കിളിയായ വൈറ്റ് സ്നോർക്ക്, ബ്ലൂ ത്രോട്ട്, ടൈഗ ഫ്ലൈ കാച്ചർ എന്നിവയെ കുട്ടികൾക്ക് കാണാൻ സാധിച്ചിരുന്നു. സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള കാലമാണ് കേരളത്തിൽ ദേശാടന പക്ഷികളുടെ സാന്നിധ്യം കൂടുതൽ കണ്ടുവരുന്നത്. ഇത്തരം കാര്യങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിനും തുടർ പഠനത്തിനും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാക്കുന്നതിനുമാണ് ക്യാമ്പ് നടത്തിയത്. നന്മമരം പ്രസിഡന്റ് ബിബി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ലത ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നന്മമരം കാഞ്ഞങ്ങാട് ചെയർമാൻ സലാം കേരള, CP ശുഭ, TK വിനോദ്, ഗോകുലാനന്ദൻ മോനാച്ച, വിനു വേലാശ്വരം, സതീശൻ മടിക്കെ, BK പ്രസാദ്, ബഷീർ കൊത്തിക്കൽ, വൈഗ ഹരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുപ്രസിദ്ധ മോഷ്ടാവ് കുരുവി സജു അറസ്റ്റിൽ. കുറ്റിക്കോലിലെ കടയിൽ നിന്നും പട്ടാപ്പകൽ 45,000 രൂപ കവർന്ന പ്രതി നീലേശ്വരത്ത് നിന്നാണ് പിടിയിലായത്. കാസർഗോഡ് നഗരത്തിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. DYSP ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരന് ഗുരുതരം. ജില്ലാ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് വൈകുന്നു. തീരുമാനമായത് നീലേശ്വരം നഗരസഭയിൽ മാത്രം. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ 3 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ UDFന് ലഭിച്ചേക്കും. സഹായകമായത് ഏക BJP അംഗത്തിന്റെ പിന്തുണ. നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് ജനുവരി 7 മുതൽ 17 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.